ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ സജഷൻസിന്റെ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസിന്റെ പെർഫോമൻസ് എന്തെല്ലാമെന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഫസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഏകദേശം നമ്മളൊരു 164-165 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് IOC ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു 14-15% മുകളിൽ അപ്സൈഡ് റാലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 195-96 വരെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഗൈൻ അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. ഫർദർ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് എൻട്രി പോയിന്റിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റും. ഇനിയും അപ്സൈഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഏകദേശം ഒരു കഴിഞ്ഞ ആഴ്ച, അതായത് ഫ്രൈഡേയിലെ ക്ലോസിംഗിൽ മാർക്കറ്റിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് GMDC. ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്തിട്ടാണ് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഫർദർ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യണമെന്നില്ല. സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക, ലോസ് ബുക്ക് ചെയ്ത് മാറാം. അതിനുശേഷം നമ്മൾ മൂന്നാമത് വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു ഗുജറാത്ത് ഗ്യാസ്. ഏകദേശം ഒരു 5% അപ്സൈഡ് കാണിച്ചതിന് ശേഷം അഗെയിൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് കാണുന്നത്. ആ ഒരു എൻട്രി പോയിന്റിലേക്ക് പുൾ ബാക്ക് വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ക്ലോസിങ്, അതായത് ഫ്രൈഡേയിലെ ഡേ ക്യാൻഡലിൻ്റെ ലോ ക്ലോസിങ് വെച്ചിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തതിന് ശേഷം അഗെയിൻ ഇതിലൊരു റീ എൻട്രിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ഇത് ഹോൾഡ് ചെയ്യാനോ പറ്റും. ഏകദേശം നമ്മളൊരു ടാർഗറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 660-700 എന്ന റേഞ്ചിലാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഫ്രൈഡേയുടെ ഡേ ക്യാൻഡിൽ, അതായത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള ഡേ ക്യാൻഡിലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ഫർദർ റൺ ചെയ്യാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് വീക്കിലെ മറ്റൊരു സജഷൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കായിരുന്നു സ്റ്റീൽ അതോറിറ്റി ഇന്ത്യ ലിമിറ്റഡ്. സെയിലിൽ ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻട്രി പറയുമ്പോൾ ഏകദേശം 130-129 എന്ന പ്രൈസ് റേഞ്ചിൽ നിന്ന് 148-149 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 15% മുകളിലാണ് അപ്സൈഡ് നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 133 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ കൂടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് വരുന്ന ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ 1-2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കാം ഫർദർ ഒരു റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ആണ് ഉണ്ടായിരുന്നത്. അഗൈൻ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ്. അതിൽ ആദ്യത്തേതാണ് കണ്ടെയ്നർ കോൺഗോർ. അത്യാവശ്യം 52 വീക്ക് ഹൈ, അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡലിൻ്റെ ഒരു ക്ലോസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഏറ്റവും ഹൈ പ്രൈസിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫർദർ അപ്സൈഡ് മൂവാണ്. ഏകദേശം ഒരു 940 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച്, ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നമുക്കൊരു 920-30 മുതൽ 940 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബൈ ചെയ്യാൻ പറ്റുന്ന, കണ്ടെയ്നർ കോർപ്പ് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ഏകദേശം പുതിയൊരു ഹൈ കട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു 10-20% അപ്സൈഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 880 താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത്. അഗൈൻ ഇനി ഇത് ഇവിടെ നിന്ന് ഫെയിലായ ഈ ഒരു 880 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്തിട്ട് ലോസ് ബുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ രണ്ടാമത് വരുന്ന സ്റ്റോക്ക് കനറ ബാങ്ക്. നമ്മൾ വീക്കിലി ഒരു ചാർട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവേഴ്സലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റോക്ക് ഒരു 2023 വരെയുള്ളൊരു ടൈം പീരീഡ് വരികയാണെന്നുണ്ടെങ്കിൽ 2011 മുതൽ 2023 വരെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലോവർ സൈഡിലേക്ക് നല്ല പുഷാണ് സ്റ്റോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റോക്ക് 570 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇവിടെ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അഗെയിൻ ഈ ഒരു സോണിലേക്ക്, അതായത് 520-550 എന്ന് പറയുന്ന ഈ ഒരു സോണിലേക്ക് ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം അടുത്ത റാലി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി വരുന്നത് നിലവിലെ മാർക്കറ്റ് പ്രൈസായ 570 എൻട്രി ചെയ്യാം. പക്ഷേ നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം വലുതായിരിക്കും. ഏകദേശം ഒരു 470 എന്ന് പറയുന്ന റേഞ്ചിന് താഴെയായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, ഈ ഒരു പ്രൈസിൽ ഫുൾ ക്വാണ്ടിറ്റി എൻട്രി ചെയ്യാതെ 50% മാത്രം എൻട്രി ചെയ്യാം. ഇതൊരു അഗ്രസീവ് മൂവ് ആയിരിക്കും. 570 എൻട്രി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് മൂവ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ചുകൂടി കൺസർവേറ്റീവ് ആകാൻ നോക്കുക. 50% മാത്രം 570 എൻട്രി ചെയ്തതിന് ശേഷം ബാക്കി എന്ത് ചെയ്യാം, ഈ ഒരു സോണിലേക്ക് 520-550 ഇടയിൽ പുൾ ബാക്ക് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 640 എന്ന് പറയുന്ന റേഞ്ചാണ്. ഫർദർ അത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്
760 770 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലേക്കാണ്. ഓക്കെ, ഇത് ഷോർട്ട് ടേം അനാലിസിസ് ആണ്. അതായത് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് വീക്കിലി ആൻഡ് ഡെയിലി ക്യാൻഡിൽസ് ആണ്. അപ്പോൾ അത്യാവശ്യത്തിന് 1 to 3 months ഒക്കെ ഹോൾഡിംഗ് പീരീഡ് നമുക്ക് വരുന്നുണ്ട്. ചില സ്റ്റോക്സ് ഇപ്പോൾ IOCO അല്ലാന്നുണ്ടെങ്കിൽ സെയിൽ പോലുള്ള സ്റ്റോക്സ് ഒക്കെ നമുക്ക് 3-4 ദിവസം കൊണ്ട് 15 to 20% ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളൊരു 3 to 5 weeks ആണ് മിനിമം ഹോൾഡിംഗ് പീരീഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് SMS ഫാർമ വീക്കിലി ക്യാൻഡിലും ഡെയിലി ക്യാൻഡിലും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ടാണ് നൽകിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 146 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇവിടുത്തെ ഈ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് അതിനുശേഷം എഗൈൻ ഈ ഒരു 140 സോണിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 128 ആണ്. അതായത് ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോ ആണ് നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു 128 കട്ട് ചെയ്ത് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇവിടെ 146 നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 159 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് 176. ഈ 2 ടാർഗറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇത് ട്രയൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഇനിയൊരു റിവേഴ്സൽ, അതായത് സ്റ്റോക്ക് ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ 159 കട്ട് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് അഗെയിൻ വന്നതിന് ശേഷമായിരിക്കാം ഫർദർ റാലി. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 month അല്ലെങ്കിൽ ഒരു 5 weeks ഒക്കെ അബോവ് ടൈം പീരീഡ് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എൻട്രീസ് പ്ലാൻ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ വരുന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസ്. ഗ്രാസിമിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ, അതായത് ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അത് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഹൈ, പുൾ ബാക്ക്, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 2180 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hourൻ്റെയോ 2 hourൻ്റെയോ ക്യാൻഡിൽ അവിടെ സസ്റ്റെയിൻ ചെയ്താൽ മതി. ഒരു കംപ്ലീറ്റ് ഡേ ക്ലോസ് ചെയ്യണമെന്നില്ല, ഒരു 2 hour 1 hourലൊക്കെ എന്ത് ചെയ്താൽ മതി. ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2180 മുകളിൽ നമുക്ക് എൻട്രി പോവാം. ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 10 to 20%, അതായത് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 10% ഫസ്റ്റ് ടാർഗറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 2350-400 റേഞ്ചിലാണ് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2070 താഴെ 100 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. 250 പോയിൻറ്റ്സിൻ്റെ അബോവ് ടാർഗറ്റും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോക്ക് വരുന്നത് പരാഗ് മിൽക്ക് ഫുഡ്സ്. പരാഗിൻ്റെ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് ഡൗൺ സൈഡ് മൊമെൻ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെൻഡ് റിവേഴ്സലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2019, 20 എന്ന് പറയുന്ന വർഷങ്ങളിൽ റിജക്റ്റ് ചെയ്തൊരു സോണാണ് 274 എന്ന് പറയുന്നത്. 274 നല്ല രീതിയിലുള്ള റിജക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ ഒരു നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സോണ് 270 ഈ ഒരു സോണ് നല്ല രീതിയിൽ റിജക്ഷൻ നൽകിയൊരു സോണാണ്. അപ്പോൾ ഇവിടെ ഫ്രൈഡേത്തെ ക്യാൻഡിൽ ക്ലോസിങ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിലി ക്ലോസിങ് നടന്നിട്ടുള്ളത് അത്യാവശ്യം ആ ഒരു സോണിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സോൺ ബ്രേക്ക് ഔട്ടാണ്. പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രം ഇതിൽ എൻട്രി ചെയ്യുക. 274 മുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ 275 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് മാത്രം ഇതിൽ എൻട്രി ചെയ്യുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ആദ്യം ഫസ്റ്റ് ടാർഗറ്റായിട്ട് 317, സെക്കൻഡ് ടാർഗറ്റ് 342. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ ലോ ഒക്കെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ എൻട്രി ചെയ്തിട്ട് അവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലോസ് സംഭവിക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം മാത്രം എൻട്രി ചെയ്യാൻ ശ്രമിക്കാം. എനിവേ ലാസ്റ്റത്തെ ഒരു വീക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്രൈഡേത്തെ ഒരു ക്ലോസിങ് മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല. ഫർദർ അവിടെ നിന്ന് റിവേഴ്സൽ നൽകിയിട്ടില്ല. ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റിലൊരു ഫോള് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊക്കെ നല്ല രീതിയിലുള്ള ഫോള് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ സൈസിങ്, അതായത് നിങ്ങൾ എത്രയാണോ എൻട്രി ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റി അത് നിങ്ങളുടെ ലോസിന്, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ നല്ല രീതിയിലുള്ള ലോസിന് വരാത്ത രീതിയിൽ ഫിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്ന ക്വാണ്ടിറ്റി പകുതി ക്വാണ്ടിറ്റിയിൽ എൻട്രി ചെയ്യാം. നിങ്ങളെ ട്രേഡ് മാനേജ്മെൻറ്റ് എത്ര ട്രേഡിലാണോ നിങ്ങൾ എൻട്രി ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ എണ്ണം ഒന്ന് കുറയ്ക്കാം. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഓക്കെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്രസീവായിട്ട് എൻട്രീസ് പ്ലേസ് ചെയ്യാം. അതല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് കൺസർവേറ്റീവായിട്ട് മാർക്കറ്റിൽ നിന്ന് എൻട്രീസ് കുറക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി കുറക്കാൻ പറ്റും. ഈ ഒരു രണ്ട് രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കുക. നിഫ്റ്റിയുടെ ഒരു വ്യൂ കഴിഞ്ഞൊരു
വീക്ക്ലി അനാലിസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചത്തെ സ്വിംഗ് ട്രേഡിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 21,500 ടു 22,000 അകത്തായിരിക്കും മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 22,000-നും 21,500-ൻ്റെയും ഇടയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. പ്രോപ്പർ നെക്സ്റ്റ് വീക്കിലൊക്കെയും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു സൈഡ് വൈസ് മൂവാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഇനി ഒരു 21,500 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയ രീതിയിലൊരു ഫോൾ കാണാം. ഫോൾ എന്നേ അതിന് പറയാൻ കഴിയുള്ളൂ. മാർക്കറ്റിൽ കറക്ഷൻ അല്ലെങ്കിൽ ക്രാഷ് അതിന് മുകളിലേക്കൊന്നും വരാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ മേജറായിട്ട് ഇവന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ആരുടെയും കയ്യിൽ നിൽക്കില്ല. പക്ഷേ ഒരു 21,000, 21,100 ഇടയിൽ വരെയുള്ളൊരു ചെറിയ രീതിയിലൊരു ഫോള് മാത്രം, ഈ ഒരു റേഞ്ചിൽ നിന്നുള്ളൊരു ഫോള് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് അപ്സൈഡിലേക്കാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ 22,000 പ്രോപ്പർ ഒരു 22,000-ൻ്റെയും ഈ ഒരു റേഞ്ചിൻ്റെ ഇൻ ബിറ്റ്വീൻ 21,100-ൻ്റെയും 22,000-ൻ്റെ ഇടയിൽ മാത്രമാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇൻ കേസ് ബുള്ളിഷ് മൂവ് നടക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് 22,100 ഓൾ ടൈം ഹൈ ഒന്നുകൂടി ടച്ച് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ ഈ ഒരു സൈഡ് വൈസ് മൂവ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേ, താങ്ക് യു.